بسم الله الرحمن الرحيم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون لقد كان في قصصهم عبرة لأولي الألباب പ്രകൃതി ഭംഗിയാലും സുഗന്ധവ്യഞ്ജനങ്ങളാലും കാർഷിക വിളകളാലും സാംസ്കാരിക സവിശേഷതകളാലും അനുഗ്രഹീതമായ കേരളം നിരവധി രാജവംശങ്ങളുടെ അധികാരങ്ങൾക്കു കീഴിൽ വിവിധ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിൽ കണ്ണീരും ചോരയും പ്രതീക്ഷകളും കലർന്ന ചരിത്രാനുഭവങ്ങളിലൂടെ ഒരു നാട്. പുറം ലോകത്തേക്കുള്ള അതിരുകളില്ലാത്ത സാധ്യതകൾ തുറന്ന് അറബിക്കടലുമായി അതിരിടുന്ന ദൈർഘ്യമേറിയ തീരങ്ങൾ, കടൽ കടന്നെത്തിയ സമൂഹങ്ങളുടെ മതവും സംസ്കാരവും സ്വീകരിച്ച് സ്വയം ഉത്ഘടിക്കപ്പെട്ട ഈ അനുഗ്രഹീത നാട്ടിൽ ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാമുമെല്ലാം അവയുടെ തുടക്കം മുതൽ തന്നെ പ്രചാരം നേടിയിരുന്നു. മരുഭൂനാട്ടിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച കാലം, വിവിധ ഗോത്രവിഭാഗങ്ങളും ജനതതികളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷവും പവിത്രവുമായ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായും അവിടുത്തെ പ്രബോധനത്തെ സ്വീകരിച്ചും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച ആദ്യകാലം തന്നെ അവിടുത്തെ ജീവിതത്തിൽ പല അമാനുഷിക ദൃഷ്ടാന്തങ്ങളും പ്രകടമാവുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരുന്നു ചന്ദ്രൻ പിളർന്ന സംഭവം. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر. ചരിത്രപ്രസിദ്ധമായ ഈ സംഭവത്തിന് കേരളത്തിൽ നിന്നുള്ള ഒരു രാജാവും സാക്ഷിയായിരുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ മദീനക്കാരായ ഒരു സംഘം ഇസ്ലാമിക പ്രബോധന ഉദ്ദേശാർത്ഥം കേരളത്തിലെത്തിയിരുന്നു എന്നത് പല പ്രമാണങ്ങളും സാധൂകരിക്കുന്നുണ്ട്. പുരാതന കാലം മുതൽ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ വാണിജ്യ വിനിമയ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഒരു തുറമുഖമായിരുന്നു കൊടുങ്ങല്ലൂർ. ശ്രീലങ്കയിലെ ആദമ്മല കൂടി ലക്ഷ്യം വെച്ച് അറേബ്യയിൽ നിന്നുള്ള ഒരു യാത്രാസംഘം ഷെയ്ഖ് സഹീറുദ്ദീൻ ബിൻ തഖിയുദ്ദീൻ അൽ മദീനിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തീരത്തണഞ്ഞു. സംഘത്തിന്റെ ആഗമനത്തെക്കുറിച്ചറിഞ്ഞ രാജാവ് അവരെ തന്റെ ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. രാജാവ് അവരുമായുള്ള സംഭാഷണമധ്യേ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ പരാമർശിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കുകയും ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് രാജാവിന്റെ മനസ്സിൽ ഉത്കടമായ ഒരാത്മബന്ധം അനുഭവപ്പെട്ടു. അത്യുത്കൃഷ്ടമായ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിന് പ്രവാചകരോട് ഉണ്ടായി. ശ്രീലങ്കയിൽ നിന്ന് അറേബ്യയിലേക്ക് മടങ്ങും വഴി കൊടുങ്ങല്ലൂരിൽ വരാനും തന്നെ അറേബ്യയിലേക്ക് കൂടെ കൂട്ടുവാനും രാജാവ് ആ സംഘത്തോട് ആവശ്യപ്പെട്ടു. ചേരമാൻ പെരുമാൾ എന്ന ഈ രാജാവാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച് അറേബ്യൻ നാട്ടിലെത്തിയത്. അവഗണിക്കപ്പെട്ട് ഇരുളാണ്ട് കിടന്നിരുന്ന ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക്, ക്ലാവ് പിടിച്ച പുരാതന ലിഖിതങ്ങളിലേക്ക്, സ്വഹാബാക്കളടക്കമുള്ളവരുടെ അന്ത്യവിശ്രമസ്ഥാനങ്ങളിലേക്ക്, വിറയാർന്ന കാലുകളോടെ
പ്രാർത്ഥനാപൂർവം.